ഹലോ, വെൽക്കം ബാക്ക് ടു എന്റെ പോയിന്റ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. രാത്രിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുക്കിംഗ് വിത്ത് അമ്മ, ഡിന്നർ വിത്ത് അമ്മയാണ്. അമ്മയുടെ സ്പെഷ്യൽ കുക്കിംഗ് ആണ് ചപ്പാത്തി ചിക്കൻ കറി. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അമ്മയുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഗൈസ്. നമുക്ക് നോക്കാം അമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ അമ്മ ഇരുമ്പ് ചട്ടിക്കകത്താണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്നത്. എണ്ണ വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുക്കറിലല്ല അമ്മ ഉണ്ടാക്കുന്നത്. കുക്കറിൽ അമ്മ ഉണ്ടാക്കത്തേ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. എണ്ണ ഇവിടെ കഴിയുമ്പോൾ അമ്മ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട് സ്പെഷ്യലായിട്ട്. മണമൊക്കെ വരാനായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടാണ് വെക്കുന്നത്. ഞാനൊന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. അമ്മ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇട്ടു. ഇനി നമുക്ക് അമ്മ എന്തൊക്കെ ചേർക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിനകത്ത് അമ്മ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി അതിനുശേഷം ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിടുവാണേ. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ വെള്ളം ഇറങ്ങും അല്ലേ? ഉപ്പിടുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വരും. മഞ്ഞപ്പൊടിയാണോ? ഈ മഞ്ഞപ്പൊടി അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടു ഗൈസ്. അങ്ങനെ അമ്മ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തു. അടച്ചു വെച്ച് കഴിക്കുമോ? ഞാനേ അപ്പൊ നമുക്ക് വിത്തൗട്ട് കുക്കർ ചിക്കൻ കറി വഴറ്റണം. ഇത് വഴറ്റണ്ടേ? ഇത് വേറെ പാത്രത്തിലോട്ട് വഴറ്റണം. ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കും. ഇനി വഴറ്റിയൊക്കെ എടുത്താൽ മതി. നമ്മളിങ്ങനെ കണ്ടോണ്ട് നമ്മളൊന്നും പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് ആരും ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ കഴിക്കണം. അടിപൊളിയാ. പണിയൊന്നും എടുക്കാതിരുന്ന് കഴിക്കണം. പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നോക്കരുത്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നേച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ചപ്പാത്തി ചിക്കൻ കറി കൂടെ അത് രാത്രിയിലൊക്കെ സെറ്റാ. അപ്പോൾ നമ്മൾ ഇനി കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി എല്ലാം കൂടെ നമ്മൾ വഴറ്റാൻ വെച്ചു. ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പിട്ടോ അമ്മ? ഉപ്പിട്ടു. എണ്ണയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതടച്ചു വെക്കണ്ടേ? നമ്മളിങ്ങനെ ഇരുന്ന് നിയന്ത്രിക്കുക. അതങ്ങനെയാണോ അമ്മ? അതിങ്ങനാണോ അമ്മ? അതെന്താ അമ്മ ചേർക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കണം. അതാണ് ഇതിന്റെ വെറൈറ്റി. അപ്പൊ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളല്ല, അമ്മ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അമ്മ അത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടെ ഇളക്കി കൊടുക്കും. ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനാണ് ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് ഞാനാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും. ചിക്കനകത്തെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെയാണ് അടച്ചു വെച്ചിട്ട് പിന്നെ വെള്ളം പറ്റിയ ശേഷം നോക്കത്തുള്ളൂ. ഇപ്പം അമ്മ കൂടെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ അടച്ചു വെക്കുന്നില്ല അല്ലേ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിച്ചെടുക്കും അമ്മ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി സവാളയൊക്കെ നമ്മൾ അത് വഴഞ്ഞു വരും. അവിടെ കല്യാണം, ഇവിടെ പാല് കാച്ചി. ഇവിടെ പാല് കാച്ചി, അവിടെ കല്യാണം. അങ്ങനെ പറഞ്ഞ പോലാണ്. ഇവിടെ നമ്മൾ ചിക്കൻ വരട്ടിയെടുക്കുക. അവിടെ അപ്പോഴത്തേക്ക് സവാളയൊക്കെ വഴറ്റി വരിക. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളിരുന്ന് ചായ കുടിക്കുക. എനിക്കറിയത്തില്ല, അമ്മ ചെയ്യുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി. സവാള ഇത്ര വലുതായിട്ട് അതുകൊണ്ടാണ് താമസിക്കുന്നത്. ഞാനാണ് പുതിയ എടുക്കുന്ന പോലെ
ചിക്കനൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിച്ച ചിക്കൻ കറിയാണോ നോക്കിയുണ്ട്? പൊട്ടിത്തെറിച്ച ചിക്കൻ കറിയാണ്. ഇത് പൊട്ടിത്തെറിച്ച ചിക്കൻ കറിയാണ്. അങ്ങനെ ഒരു കറിയുണ്ട്, പൊട്ടിത്തെറിച്ച ചിക്കൻ കറി എന്ന് പറയുന്ന കറിയുണ്ട്. എണ്ണയ്ക്കകത്ത് പൊരിയുന്ന മണം. എണ്ണയ്ക്കകത്ത് പൊരിയുന്ന പിന്നെ സൗണ്ടാ നടക്കുന്ന പോലെ. വലിയ കഷ്ണമാകുമ്പോൾ ഇതിങ്ങനെ മുരിഞ്ഞു മുരിഞ്ഞ് ഒരു കഷ്ണമല്ല, തീരെ കുഞ്ഞു കഷ്ണമായി പോയി. പക്ഷെ വെള്ളമെല്ലാം പറ്റിയപ്പം ചെറുതായി. അതാ ഞാൻ പറയുന്നത്, ചിക്കൻ ഒന്നും ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമില്ല. അമ്മ ചിക്കൻ നമ്മൾ പീസ് വാങ്ങിച്ചു പിന്നെ അത് ഞുറുക്കി ഞുറുക്കി ചെറുതാക്കും. എന്നിട്ട് ഇതിനകത്ത് ഇട്ടുന്നത് നമ്മൾ ഇങ്ങനെ മൂപ്പിക്കും തോറും പിന്നെ അത് ചെറുതാകുന്നുണ്ട്. കണ്ടോ? ചിക്കനാകുമ്പോൾ കുറച്ച് വലുതാകും. ഓ, അതാണ് ഇനി വലുതാവുന്നേ. എണ്ണ വെള്ളത്തിനകത്ത് വേഗം ഇത് മുളകൊക്കെ പിടിക്കണമെങ്കിൽ അതിൻ്റെ ഇറങ്ങുന്ന കോഴിയുടെ നെയ്യ എണ്ണ വെളിച്ചെണ്ണയൊക്കെ പറ്റി. ഇനി ഇതെന്നെ അടച്ചു വെക്കും. ഇനിയിപ്പം മറ്റേ മരുന്ന് കാരണം ഇതിനകത്ത് ഇട്ടേ ഞാൻ അപ്പം ഇനി അടുപ്പത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് അടുത്ത് അതിന് ഫ്ലെയിം കുറവല്ലേ? അത് കുറവാണ്. അതെടുക്കാം ഇന്നത്തല്ലേ. ഇത് നമുക്കിതൊന്ന് നിരത്തിയിടാം അല്ലേ? ഇത് ഇരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം, സഹായിക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നോണ്ട് നമ്മൾ ഇളക്കിയൊക്കെ കൊടുക്കുന്നതിന് ഉപ്പാത്തിയുണ്ട്. ഇത് നേരത്തെ നമുക്കിത് വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അയാൾ ചേർക്കാറുണ്ട് അല്ലേ? അത് ഓർത്തില്ല, ഇത് നമുക്കത് നേരത്തെ വഴറ്റി വെച്ചായിരുന്നു. മതിയായിരുന്നു എല്ലാം നേരം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നിച്ചല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് പറയാനില്ല. പെരുംജീരകം ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി വെച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതൊന്ന് അരയ്ക്കും. ചൂടാക്കിയെങ്കിൽ ഇത് അരയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി, അല്ലേ പച്ചയ്ക്ക് ഇരിക്കും. അരച്ചാലും അത് അരയത്തില്ല. പൊടിയെല്ലാം ചൂടാക്കും അല്ലേ? ചിക്കൻ മസാല ചേർത്തു, ചൂടാക്കി വെച്ചു. മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു. കറിവേപ്പില ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയ പെരുംജീരകവും നമ്മൾ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും ചൂടാക്കിയതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അമ്മ അരച്ചെടുക്കാൻ പോവാം. ഇതൊന്ന് അരച്ചുകൊണ്ട് വരും. ഇപ്പോഴേ സവാള തക്കാളിയൊക്കെ വാങ്ങിട്ട് വന്നല്ലേ? ഇനി അത് അമ്മ എന്താ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമോ? ഓ ശരി, അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. വെന്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് വീണ്ടും അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി അരച്ചതോ അരപ്പൊക്കെയോ? ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേ? അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ തീയലിനൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് തോന്നുന്നല്ലേ? ചിക്കൻ തീയലാണോ? അറിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കും. ഞാനൊന്നും പക്ഷെ ഇങ്ങനെ അരക്കത്തൊന്നുമില്ല കേട്ടോ. പെരുംജീരകം ഒന്നും അരക്കത്തൊന്നുമില്ല. പെരുംജീരകം അരയ്ക്കും. പെരുംജീരകവും സവാള മറ്റേ ഇഞ്ചി വെളുത്തുള്ളി കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കും.
പിന്നെ പൊടിയൊന്നും ഞാൻ അരയ്ക്കാറില്ല, ഞാൻ ചൂടാക്കത്തേ ഉള്ളൂ. സവോളക്കകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ചൂടാക്കി എടുക്കും. പിന്നെ ഇഞ്ചി അരച്ചാൽ വേറെ രുചി. ഇഞ്ചി അരച്ച നല്ലപോലെ പിടിക്കും. എല്ലാവരും അങ്ങനെ പേസ്റ്റ് ചേർക്കുന്നതിനകത്തോട്ട് അന്ന് കഴിയുമ്പോൾ പിന്നെ അത് ആ വറുത്തതെല്ലാം വേകുകയല്ലേ. വെള്ളമൊക്കെ എടുത്തിട്ട് നീ വെള്ളം കൂടെ ഒഴിച്ച് എന്നിട്ട് ഞാൻ കിടന്ന് നല്ലപോലെ വേണം അല്ലേ? നിറവില്ലടി. ഭയങ്കര നിറം. നീ പറഞ്ഞില്ലേ നിറം കാണുമോ? ഇത് ഞാൻ നിറം കാണുമെന്ന് പറഞ്ഞില്ല. മുളകിനെ തീര് തീയലിന്റെ കൂടെ കായ് പോകുന്ന കാര്യം. അല്ല മുളക് പോയാലേ ഞാൻ ചോദിച്ചത് സാധാരണ മുളകൊക്കെ മൂപ്പിക്കുന്ന തീയൽ ഉണ്ടാക്കാനല്ലേ എന്നാ ചോദിച്ചത്. ചിക്കൻ കറിക്കൊക്കെ അങ്ങനെ അരയ്ക്കുന്നതേ വേറായിട്ടല്ലേ ആൾക്കാർ അരയ്ക്കുന്നത്. അല്ല ഇപ്പൊ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി അരയ്ക്കണം. വറുത്തരച്ച കറിക്കല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ? പ്ലെയിൻ ഇച്ചിരി കൂട്ടി വെച്ചാൽ വേണം. അമ്മ കുരുമുളക് പൊടി ചേർക്കത്തില്ല അല്ലേ? ഞാൻ കുരുമുളക് ഇതിനെല്ലാം ഇതിനകത്തോണ്ട് ചിക്കൻ മസാലക്കകത്തോണ്ടല്ലോ. എന്നാലും കുരുമുളക് ചേർക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. ശരിയാണ് തോന്നുന്നത്. ഇച്ചിരി വേണ്ടേ വേഗം ചാറും ഒക്കെ വെള്ളം വേണം ഇച്ചിരി. എന്നിട്ട് കിടന്ന് ഇനി വേഗണ്ടേ കുറച്ചുകൂടെ. വെന്തതാ ചിക്കൻ ഓൾറെഡി വെന്തതാ. പ്ലെയിൻ ഇച്ചിരി കൂട്ടി വെക്കാൻ മതിയായിരുന്നു. കൂട്ടിയില്ലേ വെള്ളം വേണമെങ്കിൽ നമുക്ക് പറ്റിക്കാം. വേണ്ടായെങ്കിൽ അതിത്രയും വേണമെങ്കിൽ അന്ന് എടുക്കാൻ ഇച്ചിരി പറ്റണ്ടേ. അതിൻ്റെ കട്ടപ്പോഴത്തേക്കിന് ആയിക്കോളും പാകത്തിന്. തിളയ്ക്കണം നല്ലപോലെ. പിന്നെ നല്ലപോലെ ഇച്ചിരി നേരം കഴിയണം എടുക്കണമെങ്കിൽ. ഇതെല്ലാം ഒന്ന് പിടിച്ച് വരണമെങ്കിലേ. കടുക് പൊട്ടിച്ച് ലാസ്റ്റ് തളിക്കും. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിക്കണം. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ചിക്കൻ കറിക്കാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഞാൻ പക്ഷെ ചേർക്കാറില്ല കേട്ടോ. ഉലുവാപ്പൊടി ഇടും. ശകലം എന്താ ഞങ്ങൾ ഇടുന്നത് കൊഴുപ്പും ചാറൊക്കെ ഒന്ന് കൊഴുക്കാനായിട്ടല്ലേ ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കും നമ്മ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ അതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ സാധനം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കുമോ? ഇളക്കാം. ഒരുപാട് ഇളക്കല്ലേ. ഉപ്പ് വേണം. അമ്മയുടെ കണക്ക് പൊതുവെ ഉപ്പ് കുറവായിരിക്കും അല്ലേ? എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലും വേണം എല്ലാത്തിനും. ഉപ്പ് നോക്കാറായോ? പിന്നെ ഉപ്പ് കുറവാ കിട്ടതല്ലായിരുന്നു നമ്മള് കിട്ടതാ. എന്നാലും ഇച്ചിരി ഉപ്പ് കുറവാ. ഉപ്പ് ചേർക്കണം. കൂടിപ്പോയാലേ അമ്മ നോക്കി ഇച്ചിരി ഏറെ ഇച്ചിരി വേണം. ഒത്തിരി അങ്ങനെയല്ല, എന്നാലും ഇച്ചിരി വേണം. അമ്മ നോക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി ഭാഗത്തിൽ എനിക്കറിയാം. കുറവല്ലേ? ആ ഉപ്പ് കുറവാ. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞു പോയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. കൂടിപ്പോയി സാർ തക്കാളി ചാറ് ഇട്ടാൽ മതിയായിരിക്കും. ഒരു തക്കാളി ചാറ് പിന്നെ ഒഴിച്ചാൽ മതിയായിരിക്കും. ചേർത്ത് ഇങ്ങനെ പറഞ്ഞേക്കാം തക്കാളി ചാറ് ചേർത്താൽ മതി. അപ്പോൾ അത് പുളി ആയിക്കോളുമല്ലോ. അഥവാ കൂടിപ്പോയല്ലോ ഓർത്ത് വെച്ചു. അത് എപ്പോഴും കറിക്ക് ഉപ്പ് കൂടിപ്പോയാൽ തക്കാളി ചാറ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. കടുക് തളിക്കാൻ പോവാ. കടുകോടെ താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി ഉണ്ടാക്കുന്ന സെക്ഷൻ എൻ്റെയാണ്. ഞാനാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കടുക് കിട്ടുന്നില്ലേ? ചെറിയ ഉള്ളിയാണ് ആദ്യം ഇടുന്നത്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു. നമുക്ക് ചെറിയ ഉള്ളി ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഞാൻ കടുക് വറുക്കാറുള്ളൂ. ചെറിയ ഉള്ളി ഞാൻ എടുക്കില്ല. ഞാൻ കടുകും കറിവേപ്പിലയും പച്ചമുളകും ഇടുന്നു. നീ കടുകല്ലേ? അത് ഇപ്പം എണ്ണ കൊണ്ട് എളുപ്പം കടുക് അങ്ങ് കൂട്ടണേ. ഉള്ളി എന്നാകണം വീട്ടിൽ താമസം.
തീ കുറവാണ്. മുളകോ എന്നിട്ട് പച്ചമുളക് ഇത്തിരി കുഴപ്പമൊന്നുമില്ല. കറി എത്ര വേണ്ടേ? ഇതായോ? കറിവേപ്പില ഞാനാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. കറിവേപ്പില ഇപ്പം ലാസ്റ്റ് കടുക് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആ ടേസ്റ്റ് കൂടും. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും കടുകൊക്കെ പിടിക്കാനായിട്ട് ഇളക്കുക അല്ലേ? ചാറൊക്കെ കുറുകിയേ തണുത്തപ്പത്തേക്കും അല്ലേ? നാളെ എടുക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ചാറാക്കാമല്ലേ? ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ചപ്പാത്തിക്ക് ഇനി പരത്തണം. അപ്പൊ കറി റെഡി. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ മതി. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ചപ്പാത്തിയിലേക്ക് പോവാം. ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പൊ ചപ്പാത്തി കൂടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി കൂട്ടി കഴിച്ചിട്ടങ്ങ് പോയേക്കാം. ഇന്നത്തെ സൺഡേ പരിപാടി ചപ്പാത്തി കഴിച്ച് കറിയോട് കഴിക്കുന്നതോടുകൂടി ഇന്നത്തെ സൺഡേ പരിപാടി ഇവിടെ തീരുവാണ്. അപ്പം നിങ്ങളൊക്കെ സൺഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ കഴിച്ചതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഡിന്നർ വിത്ത് അമ്മാസ് ഹൗസ്. ചപ്പാത്തി ചിക്കൻ കറി. ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ വിളമ്പാൻ റെഡി ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യല് ചപ്പാത്തി ചിക്കൻ കറിയാണ്. അപ്പോൾ ഏതെങ്കിലും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. അടുത്ത നല്ല വീഡിയോസ് കാണാം. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ് കൊടുക്കാം. ഗുഡ് നൈറ്റ്.